ഹായ്, എല്ലാവർക്കും മീനട്ടി സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അതിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം, അല്ലേ? എന്റെ ജീവിതത്തിലെ അയൽവക്കക്കാരി എന്റെ എല്ലാം കവർന്നെടുത്തു. അങ്ങനെയെങ്കിൽ ഞാൻ അവരുടെ കവർന്നെടുക്കാതിരിക്കുന്നതെന്തിനാണ്? അവരുടെ ഭർത്താവിനേക്കാൾ കഴിവ് എനിക്കുണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരവസരമായിരുന്നു അത്. അത് ഞാൻ തെളിയിച്ചുകൊടുത്തു. എനിക്കിന്ന് 23 വയസ്സ് പ്രായം. അയൽവക്കത്തെ ചേച്ചിക്ക് 30 വയസ്സുള്ള കിളുന്തുപെണ്ണാണ്. അവളുടെ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് 10 വർഷത്തോളമായി. പക്ഷെ കുഞ്ഞുങ്ങളില്ല. ചേച്ചിയുടെ കുഴപ്പം കാരണമാണ് കുഞ്ഞുങ്ങളുണ്ടാകാത്തതെന്ന് ചേട്ടൻ പറഞ്ഞ് എപ്പോഴും വഴക്കാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്താണ് അങ്ങനെയൊരു വഴക്ക് ആ വീട്ടിൽ നടക്കുന്നത്. എന്താണ് ചേട്ടൻ വഴക്കുണ്ടാക്കാൻ പറയുന്നത് എന്നറിയാൻ എന്റെ ചെവി ഞാൻ ആ വീട്ടിലേക്ക് വട്ടം പിടിച്ചു. അപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാകാത്തതുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്, ചേച്ചിക്കാണ് കുഴപ്പം എന്ന് പറയുന്നത് ഞാൻ കേട്ടത്. സത്യത്തിൽ ആ ചേച്ചിയോട് എനിക്കൊരു കണ്ണുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കൊരു സുന്ദരിയായിരുന്നു. എല്ലാം കുറച്ചു കൂടുതലാണ്. എല്ലാം പുറത്തുകാട്ടി പലരെങ്കിലും ഒരു ദിവസം വെള്ളമിറക്കി നടത്തുന്നതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ചേച്ചി എനിക്ക് ഒരുപാടിഷ്ടമാണ്. അത്രയ്ക്കു സുന്ദരിയാണ്. എല്ലാം കുറച്ചു കൂടുതലാണ്. എപ്പോഴെങ്കിലും ചേച്ചിയുമായി ചില അടുത്ത നിമിഷങ്ങളുണ്ടാകുമോ എന്നോർത്ത് ഓരോ ദിവസവും ഞാൻ തള്ളിനീക്കി. പിന്നീട് അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. അതിനുവേണ്ട ചില കുഴികൾ ഞാൻ ഇട്ടാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എന്റെ കൊതി മാറ്റാൻ വേണ്ടി ഞാൻ ചേച്ചിയുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചു. അതിന്റെ ആദ്യഘട്ടം എന്ന് പറയണമല്ലോ. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എന്റെ ഷർട്ട് തേക്കുന്നതിനു വേണ്ടി തേപ്പുപെട്ടി ചേച്ചിയോട് മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ചേച്ചി മാത്രമാണുണ്ടായിരുന്നത്. ഞാൻ ചെല്ലുന്ന സമയം ചേച്ചി പുറകുവശത്തിരുന്ന് മീൻ കഴുകുകയായിരുന്നു. സത്യത്തിൽ ആ ഒരു കാഴ്ച എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ചേച്ചിയുടെ മൊത്തം പുറത്തേക്ക് കാണാം. ചേച്ചി ഇരിക്കുന്നത് ചേച്ചിയുടെ മാറിന്റെ പകുതിയും കുഴിയും എല്ലാം പുറത്തേക്ക് കാണാൻ ഭാഗത്തിനിരുന്നാണ് ചേച്ചി മീൻ കഴുകുന്നത്. എന്നെ കണ്ടിട്ടും ചേച്ചി തുണികൊണ്ട് മൂടിയിടാൻ ശ്രമിക്കുന്നില്ല. എന്തായാലും ദൂരെ നിന്ന് ഇത്രയും സുന്ദരമായ കാഴ്ചയാണെങ്കിൽ അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അടുത്തേക്ക് പോയി. എന്നെ കണ്ടിട്ട് ചേച്ചി എന്താണ് കാര്യം എന്ന് തിരക്കി. ഞാൻ തേപ്പുപെട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി മീൻ കഴുകി എഴുന്നേറ്റാൽ മാത്രമേ എനിക്കത് എടുത്തുതരാൻ പറ്റുകയുള്ളൂ എന്നെന്നോട് പറഞ്ഞു. അത്രയും നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു. സത്യത്തിൽ ചേച്ചി എന്നെ എല്ലാം കാണിച്ച് കൊതിപ്പിക്കുകയായിരുന്നു. ചേച്ചി എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന് മീൻ കഴുകുകയാണ്. ഞാൻ തൊട്ടടുത്തുനിന്നുള്ള ചില പ്രത്യേക ദൃശ്യങ്ങൾ പകർത്തുന്നതിനുവേണ്ടി ചേച്ചിയുടെ നേരെ മുന്നിൽ നിന്നു തന്നെ ചേച്ചിയോട് സംസാരിക്കുന്നു. ഇടയ്ക്ക് ചേച്ചി എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കണ്ണിലേക്കും ചുണ്ടിലേക്കുമാണ് നോക്കുന്നത്. പക്ഷെ ചേച്ചി മീൻ കഴുകാൻ വേണ്ടി പാത്രത്തിലേക്ക് നോക്കുന്ന സമയം ഞാൻ ചേച്ചിയുടെ തുടകളും മാറുകളുമെല്ലാം കവർന്നെടുക്കുകയായിരുന്നു. സത്യത്തിൽ ഞാൻ ആ സമയം ചേട്ടനും ചേച്ചിയും തമ്മിലുള്ള വഴക്കിനെക്കുറിച്ച് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനും ചേച്ചിയും ഇതൊക്കെ അടുത്തുനിന്ന് സംസാരിക്കുന്നത്. പെട്ടെന്ന് കാര്യം ചോദിച്ചാൽ ചേച്ചി ഒന്നും പറഞ്ഞില്ലെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ചുനേരം കൂടി കോളേജിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അതിനൊക്കെ മറുപടി കൊടുത്തു. എന്തായാലും ചേട്ടൻ എന്തേന്ന് ചോദിക്കാം. ചേച്ചി സൗമ്യമായാണ് മറുപടി തരുന്നതെങ്കിൽ ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള വഴക്കിനെപ്പറ്റി ചോദിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചേട്ടനെ തിരക്കി. ചേച്ചി സൗമ്യത്തിലാണ് സംസാരിക്കുന്നത്. ചേച്ചി ചേട്ടൻ എന്തേ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ കള്ളുകുടിച്ച് എന്നോട് രാത്രി വഴക്കുണ്ടാക്കാൻ വരികയല്ലേ, അതെവിടെയെങ്കിലും പോട്ടെ, മനസ്സിന് കുറച്ച് സ്വസ്ഥതയുണ്ടാകുമല്ലോ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ചേട്ടനോട് വലിയ താൽപ്പര്യമില്ല എന്നും ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള വഴക്ക് കുട്ടികളെ ചൊല്ലിയാണോ എന്നറിയുന്നതിനുവേണ്ടി ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഞാൻ വഴക്കുണ്ടാക്കുന്നത് കേട്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും കുട്ടികൾ ഇതുവരെ ഉണ്ടായില്ലെന്നും അതെന്റെ കാരണമാണെന്നും പറഞ്ഞാണ് എന്നോട് വഴക്കുണ്ടാക്കുന്നത് എന്നെന്നോട് പറഞ്ഞു. ചേച്ചിയുടെ കാരണം തന്നെയാണോ എന്നറിയാൻ എനിക്ക് ആകാംക്ഷയായിരുന്നു. കാരണം ചേച്ചിയുടെ കാരണമാണെങ്കിൽ എന്റെ പല ആഗ്രഹങ്ങളും നല്ല രീതിയിൽ നടക്കുമെന്നെനിക്ക് തോന്നി.
രണ്ടും കൽപ്പിച്ച് സത്യത്തിൽ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കാൻ തീരുമാനിച്ചു. ചോദിച്ചപ്പോൾ ആകെ വിഷമത്തിൽ പറഞ്ഞു, എനിക്ക് തന്നെയാണ് പ്രോബം എന്നു പറഞ്ഞ് ചേച്ചി മീൻ കഴുകിയ പാത്രവുമെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. സത്യത്തിൽ ആ സമയം തുള്ളിച്ചാടിയാലോ എന്നുപോലും ഞാൻ ചിന്തിച്ചു. കാരണം ചേച്ചിയെ കണ്ട അന്നുമുതൽ ഞാനൊരു നോട്ടം വെച്ചിട്ടുള്ളതാണ്. നല്ല മുഴുത്ത തുടകളും മാറുകളുമൊക്കെയുള്ള ചേച്ചിയെ ആരാണ് കൊതിക്കാതിരിക്കുന്നത്? ഞാനും അത്രയ്ക്ക് കൊതിച്ചുപോയിരുന്നു. മാത്രമല്ല, എന്റെ മുന്നിൽ ചേച്ചി വീഴുമെന്നെനിക്ക് ഉറപ്പായിരുന്നു. കാരണം തുണിപോലും നേരെയിടാതെയാണ് മീൻ കഴുകാനിരിക്കുന്നത്. എന്നെ കണ്ടിട്ടും ഒരു മാറ്റവുമില്ല. അങ്ങനെ തന്നെ ഇരുന്ന് കഴുകുകയാണ്. അപ്പോൾ വീഴാനുള്ള വകുപ്പുണ്ടെന്നെനിക്ക് മനസ്സിലായി. ഇനി ഞാൻ കുറച്ച് ശ്രമിക്കുകൂടി വേണം. അല്ലാതൊന്നും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നീട് ഞാനും ചേച്ചിയും അത്യാവശ്യം നല്ല കൂട്ടായി മാറി. എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള കൂട്ട്. ഇപ്പോൾ ചേച്ചി എന്റെ വീട്ടിലൊക്കെ വരാൻ തുടങ്ങി. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും അനിയത്തിയുമാണ് ഉള്ളത്. ചേച്ചി വീട്ടിൽ വരുമ്പോഴൊക്കെ എന്നോട് സംസാരിക്കുന്നത് 1-2 മണിക്കൂർ സംസാരിക്കാറുണ്ട്. അച്ഛനും അമ്മയും പണിക്കു പോകുന്ന സമയങ്ങളിൽ അനിയത്തി സ്കൂളിൽ പോവുകയാണെങ്കിൽ തനിച്ചാണ് ഞാനുള്ളത്. അപ്പോഴൊക്കെ ചേച്ചി വരാറുമുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുമുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയോ? എന്റെ പല കൊതികളും തീർക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ട് വെറുതെ വിടാൻ എനിക്കൊരു ഉദ്ദേശവുമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്റെ ഫോണിൽ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടു. അത് നല്ല രീതിയിൽ റൊമാന്റിക് ആയിരുന്നു. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ എന്നെനിക്ക് നോക്കാൻ ഒരാകാംക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നോക്കാൻ ഞാൻ ആരെ സമീപിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ചേച്ചി വന്ന് കതകിൽ മുട്ടുന്നത്. എനിക്ക് പലതും തോന്നിയിരിക്കുന്ന സമയമായിരുന്നു. ചേച്ചി ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് നേരിട്ട് കണ്ടാൽ കടന്നുപിടിച്ചാലോ എന്നുപോലും ഞാൻ ചിന്തിച്ചുപോയി. ചേച്ചി പുറത്ത് വാതിൽ വന്നു മുട്ടുകയാണ്. ഞാനാണെങ്കിൽ ആ സിനിമ കണ്ട് ഒരു മൂഡിലിരിക്കുന്ന സമയം. എന്തായാലും ആരുമില്ലാതെ ഈ വീട്ടിലേക്ക് കയറിവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വാതിൽ അടച്ചിട്ടിരിക്കുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ തുറക്കാൻ വേണ്ടി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റതും ചേച്ചി അകത്തേക്ക് കയറി വന്നു. ഞാൻ ഫോണിൽ സിനിമ കണ്ടുകൊണ്ട് കിടക്കുന്നത് ചേച്ചി കണ്ടു. ഞാൻ എഴുന്നേറ്റു വരാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു എന്നതും ചേച്ചി കണ്ടു. എന്റെ ചേച്ചി മൊത്തത്തിലൊന്ന് നോക്കി. എനിക്കെന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എന്താടാ നിനക്കൊരു ചുറ്റിക്കളി എന്നെന്നോട് ചോദിച്ചു. ഒന്നുമില്ലല്ലോ, ചേച്ചിക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഞാനൊരു സിനിമ കാണുകയായിരുന്നു എന്ന് പറഞ്ഞു. ഫോൺ മാറ്റിവെച്ചിട്ട് എഴുന്നേറ്റ് ചേച്ചിയുടെ അടുത്തേക്ക് പോയി. കുറച്ച് മലയുടെ പൊക്കത്തിലായിട്ടാണ് എന്റെ വീട്. ആ മലയുടെ താഴെയായിട്ടാണ് ചേച്ചിയുടെ വീട്. എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പലപ്പോഴും ചേച്ചി തളർന്നാണ് വരുന്നത്. മാത്രമല്ല, ചേച്ചി അത്യാവശ്യം വെളുത്തു തൊടുത്താണ് ഇരിക്കുന്നത്. എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോഴൊക്കെ കുറേ നേരം വീട്ടിലിരുന്ന് സംസാരിച്ചിട്ടാണ് പോകുന്നത്. കാരണം കയറി വരുമ്പോൾ കുറച്ചു മടുക്കും. പക്ഷേ ഇന്നത്തെ ദിവസം ചേച്ചി ഓടിയാണ് വന്നതെന്ന് തോന്നി. മുഖം ആകെ ചുമന്നാണ് ഇരിക്കുന്നത്. ഞാൻ ചേച്ചിയെ മൊത്തത്തിലൊന്ന് നോക്കി. മറ്റൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ മുന്നിലത്തെ വാതിൽ പതിയെ അടച്ചു. അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.